ആത്മസാക്ഷാത്കാരത്തിനുള്ള ഭക്തന്റെ അധ്വാനമാണ് വ്രതാനുഷ്ഠാനങ്ങൾ. ശബരിമല ദർശനം നടത്താൻ ഭക്തനനുഷ്ഠിക്കുന്ന വ്രതം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. 41 ദിവസത്തെ കഠിന വ്രതം നോറ്റാണ് ഓരോ തീർത്ഥാടകനും മല കയറുന്നത്. ദർശനത്തിനായി കാത്തുനിൽക്കേണ്ടതാകട്ടെ മണിക്കൂറുകൾ. ദർശനം പോലെ ശബരിമലയിൽ ശയനപ്രദക്ഷിണം എന്നതും വലിയ പുണ്യമായാണ് ഭക്തർ കരുതുന്നത്. ശയനപ്രദക്ഷിണത്തിലൂടെ മനസ്സും ശരീരവും ഭക്തൻ ഒരുപോലെ ഈശ്വരനു മുന്നിൽ സമർപ്പിക്കുകയാണ്. ഭസ്മക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനോടെയാകണം ശബരിമലയിൽ ശയനപ്രദക്ഷിണം ആരംഭിക്കാൻ. കൊടിമരച്ചുവട്ടിൽ പ്രാർത്ഥിച്ച് നമസ്കാരം ചെയ്ത് ഇടത്തോട്ട് തിരിഞ്ഞ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഭൂമിയിൽ തൊട്ടുവേണം പ്രദക്ഷിണം നടത്താൻ. 1, 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റസംഖ്യാക്രമത്തിലാണ് സാധാരണ രീതിയിൽ ശയനപ്രദക്ഷിണം നടത്താറുള്ളത്. ശബരിമലയിൽ 18 എന്ന സംഖ്യയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളതിനാൽ 18 പ്രദക്ഷിണം വരെ ചെയ്യുന്നവരുമുണ്ട്. ഭസ്മക്കുളത്തിൽ കുളിച്ച് ഈറനായിട്ട് വന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം നടത്തുക എന്നുള്ളൊരു ചടങ്ങാണത്. ഇത്ര കഠിനമായൊരു വഴിപാടാണ്, എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാവുന്നതല്ല. ശബരിമലയിലെ തിരക്കു കാരണം നടയടച്ച ശേഷമാണ് ഭക്തർക്ക് ശയനപ്രദക്ഷിണത്തിനുള്ള സൗകര്യം ലഭിക്കുക. ശയനപ്രദക്ഷിണത്തിനു ശേഷം ശരീരത്തിൽ പടരുന്ന പൊടി തുടച്ചുകളയുക മാത്രമാണ് ചെയ്യാറുള്ളത്. ഭഗവാന് മുന്നിൽ ഭക്തൻ ഭക്തിയോടെ സമർപ്പിക്കുന്ന കഠിന വഴിപാടാണ് ശയനപ്രദക്ഷിണം. അതുകൊണ്ടുതന്നെ നൂറുകണക്കിന് തീർത്ഥാടകരാണ് ദിനംപ്രതി സന്നിധാനത്ത് ശയനപ്രദക്ഷിണം നടത്താറുള്ളത്. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, ശബരിമല.